നമസ്കാരം. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? എന്തൊക്കെ ചെയ്യാൻ പാടില്ല? എന്തൊക്കെ കഴിക്കാം? എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത വ്യക്തിക്കും അവരുടെ ബന്ധുക്കൾക്കുമൊക്കെ നിരവധി സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് തൊടുപുഴ അല്ലസൺ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ജയസൂര്യ PG ആണ്. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്താണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് ഡോക്ടർ ഒന്ന് സിമ്പിളായി പറഞ്ഞു തരാമോ? ആൻജിയോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ ഹൃദയത്തിനുള്ളിലെ ബ്ലോക്കുകൾ മാറ്റുന്നതിനെ ആണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അത് ഒരു ബലൂൺ വെച്ച് വീർപ്പിച്ച് ഹൃദയത്തിനുള്ള ബ്ലോക്കുകൾ മാറ്റുന്നതും ആ ബ്ലോക്കുകൾ വന്ന രക്തക്കുഴലിൽ ഒരു സ്റ്റെൻറ്റ് ഇടുന്നതും എല്ലാം ആൻജിയോപ്ലാസ്റ്റിയാണ്. ഇനിഷ്യലി അത് കണ്ടുപിടിക്കുന്ന നേരത്ത് നമ്മളൊരു പോബ എന്ന് പറയും. അത് ബലൂൺ വെച്ച് വീർപ്പിച്ചിട്ടുള്ളിട്ട് രക്തഓട്ടം വീണ്ടും കൊണ്ടുവരുന്നതിനായിരുന്നു അന്ന് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് കാലക്രമേണ അവിടെ ബെയർ മെറ്റൽ സ്റ്റെൻറ്റുകൾ ഇട്ടു. പിന്നെ ഇന്ന് അറിയപ്പെടുന്ന പോലെ ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻസ് അതുപോലുള്ള സ്റ്റെൻറ്റുകൾ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൃദയത്തിനുള്ളിൽ വരുന്ന ബ്ലോക്കുകൾക്ക് ഒരു സ്റ്റെൻറ്റ് ഇട്ട് രക്തഓട്ടം തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ. അതുപോലെ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം സ്റ്റെൻറ്റ് ഇടുമല്ലോ. പക്ഷേ ഈ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ആ പേഷ്യൻസിന് ആസ്പിരിൻ, സ്റ്റാറ്റിൻ പോലുള്ള രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കാൻ പറയുമല്ലോ. അത് എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണഗതിയിൽ ആൻജിയോപ്ലാസ്റ്റി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് നമ്മളുടേതായിട്ടുള്ള രക്തക്കുഴൽ കൊറോണറി ആർട്ടറിയിൽ നമ്മൾ സ്റ്റെൻറ്റ് ഇട്ടു. സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ഫോറിൻ ബോഡിയാണ്. ഫോറിൻ ബോഡി നമ്മളവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് രക്താണുക്കളുണ്ട്. ഈ രക്താണുക്കൾ വന്നിട്ട് ഈ പ്ലേറ്റ്ലെറ്റ് വന്നിട്ട് നമ്മുടെ സ്റ്റെൻറ്റിനുള്ളിൽ വന്ന് വരും. അത് രക്തക്കട്ടകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രക്തക്കട്ടകൾ വന്ന് സ്റ്റെൻറ്റിനുള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, രക്തഓട്ടം നിലയ്ക്കും. അങ്ങനെ രക്തഓട്ടം നിലച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഹൃദയസ്തംഭനത്തിന് കാരണമാകാം. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉടനടി തന്നെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങുന്ന ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകളുടെ ഒപ്പം തന്നെ നമ്മൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്റ്റാറ്റിൻ മെഡിസിനുകളും നമ്മൾ ഉടനടി തന്നെ തുടങ്ങും. ഈ തുടങ്ങുന്ന മെഡിസിനുകൾ സാധാരണയായിട്ട് നമ്മൾ ആൻറ്റിപ്ലേറ്റ്ലെറ്റുകൾ തുടങ്ങുന്നതെന്ന് പറയുന്നത് എക്കോസ്പിരിൻ എന്ന് പറയുന്ന ഗുളികയും അതിനോടൊപ്പം തന്നെ ക്ലോപ്പിഡോഗ്രൽ, ടിക്കാഗലോർ അല്ലെങ്കിൽ പ്രാസൂഗ്രൽ എന്ന് പറയുന്ന മെഡിസിനും ഒപ്പം തുടങ്ങും. സ്റ്റാറ്റിൻ എന്ന് പറയുന്ന മെഡിസിൻ, ആ സ്റ്റാറ്റിൻ മെഡിസിൻ നമ്മൾ ഇതിനൊപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സാധാരണയായി അറ്റോർവാസ്റ്റാറ്റിൻ, റൊസൂവാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന മെഡിസിനൊക്കെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ മെഡിസിനുകൾ എന്ന് വെച്ചാൽ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇത് പ്ലാക്ക് എന്ന് പറയുന്ന സാധനം ഒരിടത്തുനിന്ന് ഹൃദയത്തിലെ രക്തക്കൊള്ളുകളിൽ നിന്ന് പൊട്ടി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ്, അതായത് പ്ലാക്ക് റപ്ചർ ഉണ്ടാകുമ്പോഴാണ് ഹൃദയസ്തംഭനം സംഭവിക്കുന്നത്. ഈ പ്ലാക്ക് റപ്ചർ ഉണ്ടാവാതെ ആ പ്ലാക്കിനെ അവിടെയെങ്കിലും സ്റ്റേബിളാക്കി നിർത്തും. അങ്ങനെ സ്റ്റേബിളാക്കി നിർത്തുമ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത കുറയും. അങ്ങനെ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ സ്റ്റാറ്റിൻ എന്ന് പറയുന്ന മെഡിസിനുകൾ കഴിക്കുന്നത്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞ ഒരു ഹാർട്ട് പേഷ്യൻ്റ്, അവർക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അവർ സ്വയം നിർത്തിയാൽ അത് അപകടമാണോ? ഉറപ്പായിട്ടും അപകടമാണ്. നമുക്കൊരു ഹൃദയസ്തംഭനം സംഭവിച്ചു, നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അങ്ങനെ ചെയ്യുന്ന ആൾ സ്ഥിരമായി കാർഡിയോളജിസ്റ്റിൻ്റെ ഫോളോ അപ്പിലിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകളും സ്റ്റാറ്റിനും കഴിക്കണമെന്ന്. ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം 2 ആൻറ്റി പ്ലേറ്ലെറ്റ് മരുന്നുകൾ 1 വർഷം നമ്മൾ നിർബന്ധമായും കഴിച്ചിരിക്കണം. അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ആ ഒരെണ്ണം എന്നുള്ളത് സിംഗിൾ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആയിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. അതിനൊപ്പം തന്നെ സ്റ്റാറ്റിൻ മെഡിസിനുകൾ നമുക്ക് ചെറിയ ഡോസിലെങ്കിലും കണ്ടിന്യൂ ചെയ്ത് കഴിക്കേണ്ടി വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ ഒരിക്കലും തന്നെ ഈ മരുന്നുകൾ നിർത്താൻ പാടില്ല. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെൻറ്റുകൾക്കുള്ളിൽ അടവ് വരാനും ഉണ്ടായിരിക്കുന്ന സ്റ്റെൻറ്റിനുള്ളിൽ വീണ്ടും ഒരു ബ്ലോക്ക് സംഭവിക്കാനും, ഇൻസ്റ്റന്റ് റീസ്റ്റീനോസിസ് എന്ന് പറയും, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉറപ്പായും കഴിക്കണം. ചില രോഗികൾ ഞങ്ങൾക്ക് ഇങ്ങനെ വരുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് രോഗികൾ വളരെയധികം നമ്മളുടെ OP-യിൽ വരാറുണ്ട്. ഇപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു പല്ലെടുക്കണം, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു ഹെർണിയ സർജറി ചെയ്യാനുണ്ട്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുള്ള രോഗികളാണെങ്കിൽ നമ്മൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട്, അതായത് എലക്റ്റീവായിട്ട് ചെയ്യുന്ന സർജറികളാണെങ്കിൽ മരുന്ന് ഏതെങ്കിലും മെഡിസിൻസ് ഏതെങ്കിലും ഒരെണ്ണം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് സർജറി ചെയ്യാനുള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുക്കും. 1 വർഷത്തിനുള്ളിൽ വരുന്ന എമർജൻസി ആയിട്ടുള്ള സർജറികളാണെങ്കിലും റിസ്ക് പറഞ്ഞ് നമ്മൾ
ഫിറ്റ്നസ് കൊടുക്കും. എന്നാൽ ഒഴിവാക്കാൻ പറ്റുന്ന സർജറികളാണെങ്കിൽ നമ്മൾ എപ്പോഴും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ഞങ്ങൾ പറയും നിങ്ങൾ 1 വർഷം വരെ കാത്തിരുന്ന്, ഒഴിവാക്കാൻ പറ്റുന്ന സർജറികളാണെങ്കിൽ 1 വർഷം വരെ കാത്തിരുന്നതിന് ശേഷം ചെയ്യുവാൻ പറയും, ഒന്ന് നീട്ടി വെക്കാൻ പറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കാർഡിയോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം നമ്മൾ മരുന്നുകളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വരുത്തുവാൻ വേണ്ടി. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. അതുപോലെ ഇപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം എത്ര നാളാണ് റെസ്റ്റ് എടുക്കേണ്ടത്? അതുപോലെ അവരുടെ ആ ഒരു നോർമൽ വർക്ക് ലൈഫിലോട്ട് എപ്പോൾ മുതൽ പോയി തുടങ്ങാം? ഓക്കെ, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിയുമ്പോൾ എല്ലാവർക്കും ഉള്ള സംശയം, ഞാനിപ്പം ഒരാൾ വീട്ടിൽ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതം കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ആളായിരിക്കും പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവർക്ക് അവരുടെ ജോലിയിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പ് നമ്മളോട് ഏറ്റവും പ്രധാനപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്നോടിപ്പം ചോദിച്ചത്. അത് തീരുമാനിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ പേഷ്യൻ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതെന്നതിനെ അനുസരിച്ചിട്ടാണ്. 2 തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സാധാരണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഒന്ന്, രോഗി പെട്ടെന്ന് അറ്റാക്കായിട്ട് നെഞ്ചിൽ വേദന വന്നു, പെട്ടെന്ന് അറ്റാക്കായിട്ട് നമ്മൾ അടുത്തേക്ക് വന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ചെയ്യും. അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പം ഹൃദയത്തിന് പമ്പിങ് കുറയാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അതൊരു തരം. 2 എന്ന് പറയുന്നത്, ഒരു രോഗിക്ക് കുറേ നാളായിട്ട് നടക്കുമ്പോൾ കിതപ്പുണ്ടായിരുന്നു, നെഞ്ചിൽ പിടുത്തമുണ്ടായിരുന്നു, ആയ്പുണ്ടായിരുന്നു, അങ്ങനെയുള്ള രോഗി എൻ്റെ OP-യിൽ വന്നു. ഞാൻ അവരോട് പറഞ്ഞു ഒരു എക്കോ ചെയ്ത് നോക്കാം, നമുക്കൊരു TMD ചെയ്ത് നോക്കാം. അങ്ങനെ TMD ചെയ്ത് നോക്കിയപ്പോൾ TMD പോസിറ്റീവായി. അങ്ങനെയുള്ള രോഗിക്ക് ഞാനൊരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കി. ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ 70% മുകളിലൊരു ബ്ലോക്ക് കണ്ടു, രക്തഓട്ടത്തിന് തടസ്സം കണ്ടു. അങ്ങനെയുള്ള ഒരാൾക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇവർക്ക് 2 പേർക്കും 2 തരത്തിലാണ്. രണ്ടാമത് പറഞ്ഞ കൂട്ടർ, അതായത് നമ്മൾ കിതപ്പുള്ള ആൾക്കാർക്ക് ചെയ്തു, അതായത് സ്റ്റേബിൾ ആൻജൈന ഉള്ള ആൾക്കാർക്ക്, സ്റ്റേബിൾ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തവർക്കാണെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ്, ഞാൻ സാധാരണയായി ചെയ്യുന്നത് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ രോഗിയോട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉണ്ടാവുമല്ലോ, അഡ്മിറ്റ് ചെയ്ത് അവിടുത്തെ പ്രതലിൽ തന്നെ നടന്നു തുടങ്ങാൻ പറയും. എന്നിട്ട് ഡിസ്ചാർജ് ആവുന്ന നേരത്ത് പറയും നിങ്ങൾ നാളെ തൊട്ടൊരു 10 മിനിറ്റ് വീട്ടിനുള്ളിൽ നടക്കുക, ഓരോ ദിവസവും 5 മിനിറ്റ് കൂടുതൽ നടക്കുക. എൻ്റെ ഫസ്റ്റ് റിവ്യൂവിന് എൻ്റെ അടുത്ത് വരുന്ന നേരത്ത് ഒരു 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ വീട്ടിനുള്ളിൽ സമതലത്തിൽ നടന്നതിന് ശേഷം വീട്ടിലേക്ക് എൻ്റെ OP-യിൽ വന്ന് കാണാൻ പറയും. അതിന് ശേഷം, അതായത് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ നടക്കുവാനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് സാധിക്കും. ഓക്കെ, ഇനി ആദ്യം പറഞ്ഞ കൂട്ടർ, അതായത് പെട്ടെന്നൊരു അറ്റാക്കായിട്ട് വന്നൊരു രോഗി, അങ്ങനെയുള്ള രോഗിക്ക് ചില സമയങ്ങളിൽ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞ്, പേശികളുടെ ശക്തി കുറഞ്ഞ് പമ്പിങ് കുറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് കുറച്ചുകൂടി വിശ്രമം ആവശ്യമാണ്. അതിൽ അവർക്ക് പെട്ടെന്ന് ആയാസപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നെഞ്ചിൽ ഒരു പിടുത്തം, നെഞ്ചിൽ വേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ സാധാരണ പറയുന്നത്, 1 ആഴ്ച അടുപ്പിച്ച് പതുക്കെ നടന്നു തുടങ്ങുക. അതായത് 5-ാം ദിവസം കഴിഞ്ഞ ശേഷം പതുക്കെ നടന്നു തുടങ്ങുക, വീട്ടിലുള്ള പതുക്കെ നടക്കുക. ഒരു 4 ആഴ്ച തൊട്ട് 5 ആഴ്ച വരെ കഴിഞ്ഞ ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പഴയ ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊക്കെ ചെയ്തു തുടങ്ങാം എന്നാണ് നിർദ്ദേശം കൊടുക്കാറ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അതുപോലെ ഈ മുസ്ലിംസ്, അവർ കറക്റ്റായിട്ട് 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിംസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ മുസ്ലിംസ് ആണെങ്കിൽ, അതായത് നിസ്കരിക്കുന്ന മുസ്ലിംസ്, അത് ഞാൻ ചോദിക്കുന്നത് ഈ സാധാരണ രീതിയിലുള്ള നിസ്കാരക്രമമാണ്, അല്ലാണ്ട് ഇപ്പോൾ ചെയറിലിരുന്ന് നിസ്കരിക്കുന്നതല്ല. അപ്പോൾ കറക്റ്റായിട്ട് 5 നേരം സാധാരണ രീതിയിൽ അവർക്ക് നിസ്കരിക്കുന്നതിൽ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? നിസ്കരിക്കുന്നത് കൊണ്ട് ഹൃദയത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമുള്ള കാര്യമേ അല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് സ്റ്റേബിൾ ആൻജൈനയ്ക്ക് വേണ്ടി ചെയ്ത ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ നമുക്ക് സാധാരണ നിസ്കരിക്കുന്ന രീതിയിൽ തന്നെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അവർക്ക് നിസ്കരിച്ച് തുടങ്ങാം. അതിലൊരു കുഴപ്പവുമില്ല. നമ്മൾ കുനിഞ്ഞ് നിസ്കരിക്കുകയാണെങ്കിൽ, നിസ്കരിക്കുന്ന നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അത് നിർത്തണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് നിസ്കരിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ അവർക്ക് കുനിയുന്ന നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഉടനടി തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കൂടാതെ തന്നെ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഡോക്ടറിനോട് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുമായിരിക്കും അല്ലേ? അതാണ് അത് തന്നെ ചോദിച്ചത്. ഡോക്ടർ, അതുപോലെ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തികൾക്ക് മുട്ട കഴിക്കാമോ? എങ്കിലും ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം? ഉറപ്പായിട്ടും മുട്ട കഴിക്കാം. പലരും ചോദിക്കുന്ന ചോദ്യമാണിത്, മുട്ട കഴിക്കാമോ എന്നുള്ളത്. മുട്ട കഴിക്കാം. ഞാൻ സാധാരണ രോഗികളോട് പറയുന്നതെന്ന് വെച്ചാൽ മുട്ട കഴിക്കാം, പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് അത് കഴിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ബോയിൽഡ് എഗ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ 2 മുതൽ 3 വരെ മുട്ട കഴിക്കുന്നതിൽ കുഴപ്പമുള്ളതല്ല. അതല്ലെങ്കിൽ നമ്മൾ ഈ ചില ആൾക്കാർ കഴിക്കുന്നത് വെച്ച് കണ്ടിട്ടില്ലേ, ഒരുപാട് ഓയിലിൽ ഇങ്ങനെ പൊരിച്ചെടുത്ത മുട്ട കഴിക്കും. അങ്ങനത്തത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിന് പകരം ഒരുപാട് ഓയിൽ ഉപയോഗിക്കാത്ത രീതിയിൽ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്, ബോയിൽഡ് എഗ് ആയിട്ട് കഴിക്കുന്നതും നല്ലതായിരുന്നു. നല്ലതാണല്ലേ? ഒരു ദിവസം എത്ര മുട്ട? 2 മുതൽ 3 മുട്ട വരെ കഴിക്കാം കേട്ടോ.
ഡോക്ടർ, ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് സ്റ്റെൻഡ് ഇട്ടിരിക്കുന്ന ഒരു ഹാർട്ട് പേഷ്യൻറ്റിന് ഇപ്പോൾ MRI സ്കാനിങ് എടുക്കുന്നതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഒരു റിസ്ക്കും ഇല്ല. ഓ, അതെ. അതായത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പം സ്റ്റെൻഡ് ഇടുന്നെന്ന് പറഞ്ഞല്ലോ, അത് MRI കണ്ടീഷനിലാണ്. അതായത് MRI എടുത്തു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ MRIയുടെ കാന്തിക ബലത്തിൽ അത് സ്ഥാനം മാറി പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ MRI എടുക്കാൻ പോകുന്ന നേരത്ത് അവിടുത്തെ MRI ടെക്നീഷ്യനോട് നമ്മൾ ഡോക്ടറോട് MRIയുടെ എടുക്കാൻ പറയുന്ന ഡോക്ടറോട് ജസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കണം, എനിക്കിങ്ങനെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരുന്നു, സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ MRI കണ്ടീഷനിലായിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റെൻറ്റുകളെല്ലാം എന്ന് പറയുന്നത്. പക്ഷേ അത് കൂടാതെ നമ്മൾ അങ്ങനെയുള്ള രോഗികൾ പേസ് മേക്കർ ഇട്ടിട്ടുണ്ടോ, ICD ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പണ്ട് ഉപയോഗിച്ചിരുന്ന പേസ് മേക്കർ ICD മെഷീൻസ് ഒക്കെ അത്ര MRI കണ്ടീഷനിലായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പേസ് മേക്കർ പേസ് മേക്കറുകൾ ICD അതെല്ലാം MRI കണ്ടീഷനിലായിട്ടുള്ള ഉപകരണങ്ങളാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പേസ് മേക്കറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആ പേസ് മേക്കറിന്റെ പ്രവർത്തനം ഒന്ന് പറഞ്ഞു തരാമോ? പേസ് മേക്കർ നമ്മൾ സാധാരണ വെക്കുന്നതെന്ന് പറയുന്നത് ഹൃദയത്തിന് ഇടിപ്പുകൾ കുറഞ്ഞുപോയ ആൾക്കാർക്കാണ്. സാധാരണ നമ്മുടെ ഹൃദയമിടിപ്പ് 60നും 100നും ഇടയ്ക്കാണ് ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത്. ചില ആൾക്കാരിൽ അത് വളരെ കുറഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് കണ്ണിലിരുട്ട് കയറുകയും അവർ കുഴഞ്ഞു വീഴുകയും ചെയ്യാറുണ്ട്. കണ്ണിലിരുട്ട്, ചിലർ പറയുന്നത് വെച്ചാൽ എൻ്റെ കണ്ണിലിരുട്ട് കയറി വീണു പോവും എന്ന് പറയും. അതിന് കാരണം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടേതായുള്ള പേസ് മേക്കറുകളുണ്ട്. അത് SA നോഡും AV നോഡും ഉണ്ട്. അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു 60നോ ഒരു 50ലോ ഒക്കെ ഹൃദയമിടിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേസ് മേക്കറുകൾ വെക്കുന്നത്. പേസ് മേക്കറുകൾ വെക്കുമ്പോൾ നമുക്ക് പേസ് മേക്കറിൻ്റെ ഒരു പവർ ജനറേറ്റർ PG എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്തായിട്ട് വെക്കും. അതിൽ നിന്ന് 2 ലീഡുകൾ വഴി നമ്മുടെ ഹൃദയത്തിൻ്റെ 2 അറകളിലേക്ക് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹൃദയമിടിപ്പിനെ കൺട്രോൾ ചെയ്തോളും. ഓക്കെ, അങ്ങനെ അതുവഴി ഹൃദയമിടിപ്പ് കുറഞ്ഞുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യുവാൻ സാധിക്കും. ഡോക്ടർ, അതുപോലെ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തികൾക്ക് എപ്പോൾ മുതൽ സ്വയം ഡ്രൈവ് ചെയ്ത് തുടങ്ങാനും, അതുപോലെ ഇപ്പോൾ അവർക്ക് ട്രെയിനിലോ അല്ലെങ്കിൽ പ്ലെയിനിലോ ഒക്കെ യാത്ര ചെയ്യണമെങ്കിൽ എപ്പോൾ മുതലാണ് അത് സേഫ് ആവുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേബിൾ ആൻജൈന വഴി നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തൊരു രോഗിയാണെങ്കിൽ 2ാമത്തെ ആഴ്ച മുതൽ അവർക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങാനും സാധിക്കും. എന്നാൽ നമ്മൾ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത രോഗിയാണെങ്കിൽ 4 ആഴ്ച കഴിഞ്ഞതിന് ശേഷം 2 മുതൽ 4 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് തന്നെ 1ാം ആഴ്ച കഴിഞ്ഞാൽ 1 മുതൽ 2 ആഴ്ച കഴിഞ്ഞാൽ തന്നെ ട്രെയിൻ യാത്ര ചെയ്യുന്നതിനും കുഴപ്പമുള്ളതല്ല. ഓക്കെ, താങ്ക് യു. ഡോക്ടർ, അതുപോലെ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തികൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ് വീട്ടിൽ വെച്ച് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു 4ാം ദിവസം അല്ലെങ്കിൽ 3ാം ദിവസം നമ്മൾ രോഗിയെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീട്ടിലേക്ക് വിട്ട രോഗി വീട്ടിൽ ചെന്ന ശേഷം ഒരു ആയാസപ്പെട്ട ഒരു കാര്യം ചെയ്തു. പെട്ടെന്ന് അവർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, ചെറിയൊരു നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വന്നു. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സംഭവിക്കുന്നത്, എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആൾക്കാർ ബാത്റൂമിൽ പോയി ബാത്റൂം കുറ്റിയിട്ടിരുന്നു, ബാത്റൂമിൽ പോയി മലം പോകാൻ വേണ്ടി പ്രയാസം ഉണ്ടായി, പെട്ടെന്ന് പേഷ്യൻ്റ് പെട്ടെന്ന് അങ്ങ് വിയർക്കാൻ തുടങ്ങി, ഒരു സിങ്കോപ്പ് പോലെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് വീഴുന്നു. സ്ഥിരം ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ്. അങ്ങനെയൊക്കെ വരുമ്പം ഉടനടി തന്നെ ഡോക്ടറുടെ സേവനം തേടുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ വേദന വരികയാണെങ്കിൽ നമുക്ക് നാക്കിനടിയിൽ ഒരു മരുന്ന് വെക്കാം, നൈട്രോഗ്ലിസറിൻ്റെ മരുന്ന് വെക്കാം, അതിനുശേഷം സോർബിട്രേറ്റിൻ്റെ മരുന്ന് വെക്കാം, അതിനുശേഷം അടുത്ത ഡോക്ടറുടെ കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം തേടുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ പേഷ്യൻസിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടായി, അതായത് നമുക്ക് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട റെഡ് ഫ്ലാഗ് സിംറ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അതായത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗിക്ക് വീണ്ടും നെഞ്ചിൽ ശക്തമായ വേദന വരിക, വേദനയോടൊപ്പം വിയർക്കുക, പെട്ടെന്ന് ശ്വാസമുട്ടലുണ്ടാവുക, ഓക്കെ, തലകറക്കം ഉണ്ടാവുക, നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ട് തോന്നുക, കുഴഞ്ഞു വീഴാൻ പോവുക, ഇങ്ങനെയുള്ള കണ്ടീഷനുകൾ വരികയാണെങ്കിൽ ഉടനടി തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. കാരണം ഇത്തരം കാര്യങ്ങൾ ഉടനടി തന്നെ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഓക്കെ ഡോക്ടർ, ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന്, അതായത് സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് ആ ഹാർട്ടിലെ ബ്ലോക്കുകൾ പൂർണ്ണമായി മാറുമോ? ഓക്കെ, അതായത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ബ്ലോക്കുകൾ
പൂർണ്ണമായിട്ടും മാറും. പക്ഷെ നമ്മൾ എല്ലാ ബ്ലോക്കുകളിലും നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യില്ല. ഇപ്പോൾ ഒരു കൊറോണറി രക്തക്കുഴലിൽ നമ്മൾ ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കി, 70% മുകളിലുള്ള രക്ത ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ബ്ലോക്കുകൾക്കാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക. എന്നാൽ 70% താഴെയുള്ള 50% ബ്ലോക്കുകൾ, 30% ബ്ലോക്കുകൾ, ഇതൊക്കെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യത്തില്ല. നമ്മൾ ഈ മാറ്റുന്ന ബ്ലോക്ക് മാത്രമാണ് പൂർണ്ണമായി മാറുക. ബാക്കിയുള്ള ബ്ലോക്കുകൾ അതുപോലെ തന്നെ നിൽക്കും. അതിൻ്റെ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റിപ്ലേറ്റഡ് മരുന്നുകളും സ്റ്റാറ്റിൻ പോലുള്ള മെഡിസിനുകളും കണ്ടിന്യൂ ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ബ്ലോക്ക് മാറ്റുന്നതാണ്. പിന്നീട് അതിൽ ബ്ലോക്കുകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ മരുന്നുകൾ തുടർന്ന് കഴിക്കുക തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഈ എക്കോസ്പിരിൻ, ക്ലോപ്പിലെറ്റ്, അറ്റോർവാസ്റ്റാറ്റിൻ തുടങ്ങിയ മെഡിസിനുകൾ എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ, ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, സ്റ്റെൻഡ് ഇട്ടു. അപ്പോൾ ആ സ്റ്റെൻഡ് ഭാവിയിൽ അടയാൻ സാധ്യതയുണ്ടോ? അത് വളരെ മികച്ച ചോദ്യമാണ്. അതായത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റെൻഡ് ഇട്ടു, അതിനുശേഷം നമ്മൾ കൃത്യമായി മെഡിസിനുകൾ കഴിക്കാൻ പറയും. മെഡിസിനുകൾ കഴിക്കുമ്പോൾ അതിലൊരു ത്രോംബോസ് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ അവിടെ വീണ്ടും കൊളസ്ട്രോളുകൾ, ലിപ്പിഡുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിസിനുകൾ കഴിക്കുന്നത്. എന്നാൽ ചില ആൾക്കാർ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം വീണ്ടും അതിനുള്ളിൽ കൊളസ്ട്രോൾ, ലിപ്പിഡ്സുകൾ അടിഞ്ഞുകൂടി വീണ്ടും പ്ലാക്ക് ഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഇൻസ്റ്റൻറ്റ് റീസ്റ്റീനോസിസ് എന്ന് പറയും, ISR എന്ന് പറയും. അതിനുള്ള സാധ്യത വീണ്ടും ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ചെയ്തു ബ്ലോക്ക് മാറ്റി, പക്ഷേ ആ ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് മരുന്ന് കൊടുത്ത്. എന്നാൽ എല്ലാവരും നമ്മൾ പറയുന്നത് പോലെ മരുന്ന് കഴിക്കുന്നവരതല്ല. എല്ലാവരും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാലും പല ആൾക്കാരും വീണ്ടും പുകവലികൾ പിന്നെയും തുടങ്ങും, ഭക്ഷണക്രമത്തിൽ മാറ്റമില്ലാതിരിക്കും, വീണ്ടും കൊഴുപ്പ് കൂടിയ ഒരുപാട് കൊഴുപ്പുള്ള ആഹാരങ്ങൾ, ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്ത ആഹാരങ്ങൾ ചെയ്യും, വ്യായാമത്തിൽ കുറവുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഇട്ട സ്റ്റെൻറ്റിൽ അടവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിയുമ്പം നമ്മൾ മരുന്ന് കറക്റ്റ് കഴിക്കണം, ആഹാരക്രമത്തിൽ മാറ്റം വരുത്തണം, ജീവിതചര്യകളിൽ മാറ്റം വരുത്തണം. അങ്ങനെ എല്ലാം മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് സ്റ്റെൻറ്റ് ഇട്ട ഒരു പേഷ്യൻ്റ് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഇട്ട സ്റ്റെൻറ്റ് ശരീരത്തിനുള്ളിൽ തന്നെ സ്ഥാനം മാറാൻ സാധ്യതയുണ്ടോ? എങ്കിൽ വീണ്ടും ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യേണ്ടി വരുമോ? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. നമ്മളൊരു ഗൈഡ് വെച്ചിട്ട് നമ്മൾ കൊറോണറി ആർട്ടറിയിലേക്ക് എൻഗേജ് ചെയ്തിട്ട് ഒരു വയർ രക്തക്കുഴലിലേക്ക് ഇട്ട് അവിടെ ഒരു ബലൂൺ വെച്ച് വീർപ്പിച്ച് അതിനുശേഷമാണ് ഒരു സ്റ്റെൻറ്റ് നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്റ്റെൻറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ആ രക്തക്കുഴലിൻ്റെ ഭിത്തിയിലേക്ക് ഈ സ്റ്റെൻറ്റ് പിടിച്ചങ്ങിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം ആ രക്തക്കുഴലിൽ നിന്നുള്ള ടിഷ്യൂകൾ ഈ സ്റ്റെൻറ്റിനൊപ്പം വളർന്നു വരും. സ്റ്റെൻറ്റ് ഉള്ളിലേക്ക് വളർന്നു വരും. അപ്പോൾ അതെന്തായി, നമ്മുടെ ആ രക്തക്കുഴലിൻ്റെ ഭാഗമായി മാറി. പിന്നീട് അത് അവിടെ നിന്ന് ഒരിക്കലും സ്ഥാനം മാറി പോവുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവത്തില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയത്. മനസ്സിലായില്ല? അങ്ങനെ അപ്പം നമ്മൾ കിടന്നെന്ന് വിചാരിച്ചിട്ടോ കുനിഞ്ഞിരുന്നെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ തലകീഴായിരുന്നെന്ന് വിചാരിച്ചിട്ടോ ഒന്നും അത് ഒരിക്കലും പൊസിഷൻ മാറി പോകത്തില്ല. ഡോക്ടർ, അതുപോലെ നേരത്തെ പുകവലിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർ പൂർണ്ണമായും പുകവലി, മദ്യപാനം ഇതൊക്കെ ഒഴിവാക്കണോ, അതോ വല്ലപ്പോഴും ചെയ്യാമോ? അങ്ങനെ പുകവലിയും മദ്യപാനവും പൂർണ്ണമായി ഒഴിവാക്കണം. കാരണം ഹൃദയത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതിന്, ഹൃദയസ്തംഭനം ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കില്ലർ എന്ന് പറയുന്നത് പുകവലിയാണ്. പുകവലി എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തെ ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ കൂട്ടിക്കഴിയുമ്പം ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ISR ആണ്, ഇൻസ്റ്റൻറ്റ് റീസ്റ്റീനോസ്. ആ ഇൻസ്റ്റൻറ്റ് റീസ്റ്റീനോസുള്ള സാധ്യത കൂടും. നമ്മൾ കഴിക്കുന്ന മരുന്നുകളൊന്നും കറക്റ്റ് എഫക്റ്റായിട്ട് വരണമെന്നില്ല. അങ്ങനെയുള്ള സാധ്യതകളെല്ലാം ഈ സ്മോക്ക് ചെയ്യുന്നതിലൂടെയോ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതിലൂടെയോ ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ടും 100% അത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ഒരെണ്ണം വലിച്ചാൽ ഓക്കെ ആണോ, രണ്ടെണ്ണം വലിക്കുക, അങ്ങനെയൊക്കെ ഒന്നും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഒരെണ്ണം പോലും വലിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം. നോർമൽ ആൾക്കാരായാലും സ്മോക്കിംഗ് ഒഴിവാക്കുന്നത് തന്നെയല്ല. ഉറപ്പായിട്ടും. ഡോക്ടർ, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തികൾക്ക് നടക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ ഒരു ദിവസം എത്ര സമയം നടക്കണം, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നത് നല്ലതാണെന്ന് അതും പറഞ്ഞു. അപ്പോൾ ഏത് തരത്തിലുള്ള വ്യായാമമാണ് ചെയ്യേണ്ടത്? ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആൾക്കാരുടെ ആരോഗ്യ സംരക്ഷണം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് അവർക്ക് വീണ്ടും ബ്ലോക്കുകൾ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ഹൃദയത്തിൻ്റെ മറ്റ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്.
ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോടടുക്കുമ്പോൾ തന്നെ ഏകദേശം എല്ലാ രീതിയിലുള്ള എക്സസൈസുകളും നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഹൃദയത്തിൻ്റെ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് കാർഡിയാക് എക്സസൈസ്, എയറോബിക് എക്സസൈസുകളാണ് ഏറ്റവും നല്ലത്. നമുക്ക് നടക്കുമ്പോൾ ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ നടക്കുന്നത് വളരെ ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു നല്ലൊരു ഇൻഫർമേഷനാണ് നൽകിയത്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഡോക്ടർ. താങ്ക് യു.